ഗോസ്പൽ നിസിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മീനു ഒരു സാധാരണ സർക്കാർ ഹൈസ്കൂളിലെ മിടുക്കിയായ അതായത് ദൈവിക വചനങ്ങൾക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും അതുപോലെ തന്നെ തെറ്റായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയും ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ദൈവവചനത്തെയും ദൈവത്തെയും ആദരിക്കുക, അല്ലെങ്കിൽ ദൈവഭക്തി ഉള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ. ഒരിക്കൽ കൂടി മുത്തശ്ശി പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ പേടിച്ചിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. പ്രത്യുത അതായത് തെറ്റായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞിരുന്നുകൊണ്ട് ദൈവവചനത്തിന് മുഖ്യ സ്ഥാനം കൊടുത്ത് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനെയാണ് ദൈവത്തെ ആദരിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞത് എന്ന് മുത്തശ്ശി അവൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞത് അതുപോലെ ഏറ്റെടുത്തു. അവൾ അന്നു മുതലേ പ്രാർത്ഥന ആരംഭിച്ചു. അവൾ ബൈബിൾ വായിക്കുവാനും തുടങ്ങി. അവളുടെ ദേഹവും ദേഹിയും ആത്മാവും പൂർണ്ണമായിട്ട് ദൈവത്തിൽ സമർപ്പിച്ചു. അന്ന് മുതൽ മീനുകളൊരു വലിയ വ്യത്യാസം സംജാതമാകുവാനിടയായി. അവളുടെ ഭയമെല്ലാം മാറിപ്പോയി, അവളുടെ ആശങ്കയെല്ലാം നീങ്ങിപ്പോയി. അവൾ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ളതായ ചിന്താഗതിയും അവളിൽ നിന്ന് എങ്ങോ പോയി മറഞ്ഞു. ഇപ്പോൾ അവൾ ഉത്സാഹവതിയാണ്, സന്തോഷമുള്ളവളാണ്. അവൾ എന്തോ ഒരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കാൻ വളരെയധികം ഉത്സാഹമുണ്ട്. എല്ലാ പരീക്ഷയും നല്ല മാർക്കോടെ അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ കാര്യം തന്നെ അവൾ കൂട്ടുകാരോട് എല്ലാവരോടും പറഞ്ഞു, എന്നിൽ ഇങ്ങനെ സംഭവം ഉണ്ടായി, ഞാനിപ്പോൾ ഒരു പ്രത്യേക മൈൻഡിൻ്റെ ഉടമയാണ്, ഇപ്പോൾ എനിക്ക് നിരാശയില്ല, അപ്പോൾ എനിക്ക് ആശങ്കയില്ല, ഇപ്പോൾ എനിക്ക് ഭയമില്ല. ഇതെല്ലാം അവൾ അവളുടെ കൂട്ടുകാരികളോടും പറയാൻ ഇടയായി തീർന്നു. ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞാൽ അവിടുന്ന് കേൾക്കുന്നതായ വാർത്തകളൊന്നും ശുഭകരമായ ഒരു വാർത്തയല്ല. എന്ന് ചോദിച്ചാൽ വളരെ മോശപ്പെട്ടതായ വാർത്തകളാണ് ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല മനുഷ്യരെ അഥവാ നല്ല തലമുറയെ സമൂഹത്തിൽ വാർത്തെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നുള്ള കാര്യം നാം എന്നോ മറന്നുപോയ അവസ്ഥയിലാണ് ഉള്ളത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതായത് അർത്ഥവത്തായ ജീവിതത്തിന് വ്യക്തികളെ തയ്യാറാക്കുന്ന സമഗ്രമായ ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ വിദ്യയെ യാചിക്കുന്നവർ, വിദ്യയെ അർത്ഥിക്കുന്നവർ. ഞങ്ങളെ പഠിപ്പിക്കണേ, കുറച്ചുകൂടെ മനസ്സിലാക്കി തരണമേ എന്ന് അധ്യാപകരോട് ആവശ്യപ്പെടുന്ന കൂട്ടത്തെയാണ് വിദ്യാർത്ഥികൾ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അധ്യാപകർ എന്ന് പറയുന്നത് നല്ല കരുത്തുള്ള, വിജ്ഞാനവും പഠനത്തിൽ മികവും വാക്കിലും പ്രവൃത്തിയിലും വിദ്യാർത്ഥികൾക്ക് മാതൃകയുള്ളവരായിരിക്കണം അധ്യാപകരെന്ന് പറയുന്നവർ. തീർന്നില്ല,
പുതിയ പഠന രീതികൾ അത് ഉപയോഗിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഉള്ളവരായിരിക്കണം. വിദ്യാർത്ഥികളുടെ ശാക്തീകരണത്തിന് വേണ്ടി ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരെ മനസ്സിലാക്കിക്കുന്നവരാണ് അധ്യാപകർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർന്നില്ല, നമുക്കൊരു വിദ്യാഭ്യാസ വകുപ്പുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരുടെ യോഗ്യതയെക്കുറിച്ചും ഒന്നിന്റെ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിക്കാം. അതായത് വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് നല്ല അറിവുള്ളവരായിരിക്കണം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരും. അതുപോലെ സമകാലികവും ആഗോള വ്യാപകവുമായ വിഷയങ്ങളെക്കുറിച്ച് ഗ്രഹിച്ചവരായെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയവരായിരിക്കണം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ. അഴിമതി രഹിതമായിരിക്കുന്ന ഒരു ജീവിത രീതി അവർക്കുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്കാണെങ്കിലും അധ്യാപകർക്കാണെങ്കിലും അവർക്കെല്ലാം മാതൃകാപരമായിരിക്കുന്ന ജീവിതം നയിക്കുന്നവരായിരിക്കണം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. മാത്രമല്ല, അതുകൊണ്ട് മാത്രം തീർന്നില്ല, ഈ വിദ്യാർത്ഥികളുടെ ശാക്തീകരണത്തിന് വേണ്ടി പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതും ഇവരുടെ ചുമതലയാണ്. ശ്രദ്ധിച്ചേ, നമ്മുടെ കോളേജുകൾ, സർവകലാശാലകൾ എന്നിവിടങ്ങളിലുള്ള ഈ റാഗിങ്, അതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയം, ഇതെല്ലാം തന്നെ നമ്മുടെ ഈ ക്യാമ്പസിൽ നിന്ന് മാറ്റിക്കളയണം. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇത് നമ്മുടെ വിദ്യാർത്ഥി കാണിക്കുന്നത് ഈ റാഗിങ്ങും ഈ അക്രമ രാഷ്ട്രീയവും അത് പ്രാകൃതമാണ്. അത് പരിഷ്കൃത ലോകത്തിന് യോജിച്ച കാര്യമല്ല. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ അവഹേളിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ നമ്മളെ ആക്ഷേപിക്കുവാൻ, നമ്മളെ പരിഹസിക്കുവാൻ അത് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പ്രാകൃതമായ റാഗിയും അക്രമ രാഷ്ട്രീയവും നമ്മുടെ ക്യാമ്പസിൽ നിന്ന് തന്നെ ഇല്ലായ്മ വരുത്തണം. എങ്കിലേ നമുക്കൊരു നല്ല ഭാവി ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ തലമുറയ്ക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം മറന്നു പോകരുത്. മാത്രമല്ല, ഈ പരീക്ഷകളെല്ലാം തന്നെ കൃത്യസമയങ്ങളിൽ തന്നെ നടത്തുവാനും അതോടൊപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് അധികം താമസിക്കാതെ തന്നെ അവർക്ക് കുട്ടികൾക്ക് മറ്റുള്ള സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഉപരിപഠനത്തിന് വേണ്ടി സമയം വേസ്റ്റാക്കാതെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നതും ഏറ്റവും നല്ലതായിരിക്കും. മാത്രമല്ല, ചോദ്യപേപ്പറുകളുടെ ചോർച്ച, ഉത്തരക്കടലാസുകൾ കാണാതെയായി, അതുപോലെ തന്നെ പരീക്ഷ എഴുതാതെ തന്നെ പാസ്സാക്കുന്ന പ്രവണത, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗം അനുഗ്രഹപ്രദമായി തീരും എന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ്. വിശുദ്ധ ബൈബിളിൽ സദൃശ്യവാക്യങ്ങൾ എന്നൊരു പുസ്തകമുണ്ട്. അതിലൊരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സദൃശ്യവാക്യം 24-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്: ജ്ഞാനത്താൽ വീട് പണിയപ്പെടുന്നു, ബുദ്ധിയാൽ അത് സ്ഥിരമായി നിലകൊള്ളുന്നു, അറിവുകൾ കൊണ്ട് അതിൻ്റെ മുറികളെല്ലാം വിലയേറിയതും മനോഹരമായ വസ്തുക്കളാൽ നിറയപ്പെടുന്നു. കുടുംബം, സമൂഹം, രാഷ്ട്രം, ഇവിടെയെല്ലാം നിലനിൽപ്പിന് സംശുദ്ധമായിരിക്കുന്ന വിജ്ഞാനം ആവശ്യമാണെന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഒരു കെട്ടിടം പണിയാൻ പണവും എഞ്ചിനീയേഴ്സിനെയും കുറെ ജോലിക്കാരും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കെട്ടിടം പണിയാനായിട്ട് കഴിയും. എത്ര നില വേണമെങ്കിലും ഉയർത്തി പണിയാനായിട്ട് കഴിയും. എത്രത്തോളം വിശാലമായിട്ട് അത് പണിയാനായിട്ട് കഴിയും. അതിന് ഈ 2-3 ഘടകങ്ങൾ മതി. ഒന്ന്, പണം വേണം; 2, എഞ്ചിനീയേഴ്സ് വേണം; 3-ാമതായിട്ട് അതിനുള്ളതായ ജോലിക്കാർ വേണം. എന്നാൽ ഇതുകൊണ്ടൊന്നും ഒരു രാഷ്ട്രം പണിയാനായിട്ട് കഴിയുകയില്ല. ഇതുകൊണ്ടൊന്നും ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ സാധിക്കില്ല. ഇതുകൊണ്ടൊരു കുടുംബം പണിയുവാനും കഴിയുകയില്ല. അതിന് ജ്ഞാനമുണ്ടായേ പറ്റൂ എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. സങ്കീർത്തനം എന്നൊരു പുസ്തകം വിശുദ്ധ ബൈബിളിലുണ്ട്. അതിൽ 111-ാം സങ്കീർത്തനം അതിൻ്റെ 10-11 വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം, അത് പരിശീലിക്കുന്നവർ വിവേകികൾ ആകും. അങ്ങനെ ജ്ഞാനം കൊണ്ട് നല്ലൊരു സമൂഹത്തെ, നല്ലൊരു രാഷ്ട്രത്തെ പണിയുവാൻ നമുക്ക് കഴിയും. നല്ലൊരു തലമുറയെ നമുക്ക് പണിയാനായിട്ട് കഴിയും. മീനുവിനെ പോലെ അതിനുവേണ്ടി നമുക്കും ഉത്സാഹിക്കാം. ഈ സന്ദേശം ശ്രവിച്ച ഏവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഈ സന്ദേശം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കണ്ട ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും എന്നുള്ള കാര്യം കൂടെ അറിയിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് കടന്നു വരുന്നതുവരെ നമ്മേവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.